നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ 38 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കുവാനുള്ളത്. 38ാമത്തെ ശ്ലോകം. ഇതി സഞ്ചിന്യദാശാർഹോ വത്സാൻ സവയസാനപി സർവാനാചഷ്ട വൈകുണ്ഠം ചക്ഷുഷാ വയുനേന സഹ. ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം സഞ്ചിന്യ നന്നായിട്ട് ആലോചിച്ചിട്ട് ദാശാർഹ ബലരാമൻ വത്സാൻ പശുക്കുട്ടികളെയും സവയസാനപി സവയസാൻ തൻ്റെ തന്നെ അതേ പ്രായത്തിലുള്ളവരായിട്ടുള്ള ഗോപകുമാരന്മാരെയും സർവാനാചഷ്ട സർവാൻ ആചഷ്ട ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സർവാനാചഷ്ട. സർവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും, ആചഷ്ട എന്നാൽ കണ്ടു. വൈകുണ്ഠം ചക്ഷുഷ വയുനേന സഹ. വൈകുണ്ഠം ആ വൈകുണ്ഠവാസിയായ ഭഗവാനായിട്ട് ചക്ഷുഷ തൻ്റെ കണ്ണുകൊണ്ട് തൻ്റെ ദിവ്യമായ ചക്ഷുസ്സുകൊണ്ട്, തൻ്റെ ജ്ഞാന ചക്ഷുസ്സുകൊണ്ട് വയുനേന പറഞ്ഞ ജ്ഞാനമായിരിക്കുന്ന കണ്ണുകൊണ്ട്, ചക്ഷുഷുകൊണ്ട്, സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ബലരാമൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ തൻ്റെ ഉള്ളിൽ തോന്നിയ സംശയത്തെ നന്നായി ഉള്ളിലിട്ട് വിചാരം ചെയ്ത് മനനം ചെയ്തപ്പോൾ ബലരാമൻ ഒരു കാര്യം മനസ്സിലായി. താനിപ്പോൾ തൻ്റെ ചുറ്റിനും കാണുന്ന തൻ്റെ സമപ്രായക്കാരായ എല്ലാ ഗോപബാലന്മാരും അതുപോലെ ഈ പശുക്കുട്ടികളും ഒക്കെ വൈകുണ്ഠനാഥനായ ഭഗവാൻ തന്നെയാണ് ഈ രൂപമെടുത്ത് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. മനസ്സിൽ നന്നായി കണ്ടു. തൻ്റെ ജ്ഞാന ചക്ഷുഷുകൊണ്ട്, തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കണ്ടു ബലരാമൻ. പല വിധത്തിലുള്ള സംശയങ്ങളിലൂടെ, പല വിധത്തിലുള്ള ചിന്തകളിലൂടെ കടന്നുപോയിരുന്ന മനസ്സ് ജ്ഞാനചക്ഷുഷ് തെളിയണമെങ്കിൽ ഉള്ളിൽ ഈശ്വര വിചാരം ഉറയ്ക്കണം, ഭക്തി നന്നായിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു തൻ്റെ മുൻപിൽ കാണുന്ന ആശ്ചര്യകരമായ പല സംഭവങ്ങളുടെയും അതിൻ്റെ സത്യം എന്താണ് എന്നറിയുവാനായി തൻ്റെ ഉള്ളിൽ കൂടി തന്നെ സഞ്ചരിച്ച ബലരാമൻ ഒടുവിൽ എത്തിച്ചേർന്നത് വൈകുണ്ഠലോകത്തിലാണ്. വൈകുണ്ഠത്തിൽ വാഴുന്ന ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ സമപ്രായക്കാരായി തന്നോടൊപ്പം ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗോപബാലന്മാരും പശുക്കുട്ടികളും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടവനായി തീർന്നു. എപ്പോഴാണോ നമ്മൾ ഉള്ളുകൊണ്ട്, മനസ്സുകൊണ്ട് നമ്മുടെ ചുറ്റിനും കാണുന്ന പല അതിശയകരങ്ങളായി നമുക്ക് തോന്നുന്ന പലതിനെയും ഒന്ന് വിശകലനം ചെയ്യുവാൻ തയ്യാറാകുന്നത്, ആ വിചാരം, ആ മനനം ചെയ്യൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് നമുക്കതീതമായ നിർവചിക്കുവാനാവാത്തതായിട്ടുള്ള ഒരു ശക്തിയുടെ പ്രഭാവത്തിലേക്കാണ്. ആ സത്യത്തെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഉള്ളിൽ ഭക്തി ഉറയ്ക്കണം. ആ ഭക്തി, ഈശ്വരഭക്തി ഉറച്ചു കഴിഞ്ഞാൽ ഈ പലതെന്നുള്ള ആ ഒരു ഭ്രമത്തിൽ നിന്നും ഏകമായിരിക്കുന്ന ആ ശുദ്ധ സ്വരൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുവാൻ കഴിയും. മനസ്സിനതിനെ ഗ്രഹിക്കുവാൻ പക്വമായി തീരും. ആ ആത്മസ്വരൂപമായിരിക്കുന്ന ഭഗവാനെ പരമാർത്ഥമായ ജ്ഞാനാനന്ദം ഒന്നുകൊണ്ട് മാത്രമേ അറിയുവാനും ഗ്രഹിക്കുവാനും അനുഭവിക്കുവാനും കഴിയുകയുള്ളൂ. ഇവിടെ ബലരാമൻ രാമേട്ടൻ എപ്പോഴും ഇങ്ങനെ ഈ ഒരു തൻ്റെ ചുറ്റിന് ഈ കാണുന്നതിലൊക്കെ ഒരു കൗതുകവും ആശ്ചര്യവും തോന്നിയതാണെങ്കിലും അതിനെ
നന്നായി ഉള്ളിലിട്ടൊന്ന് മനനം ചെയ്തപ്പോൾ അവിടെയും ആ വിചാരത്തിലും ഒന്ന് വന്നു, വാസുദേവനോടെന്ന പോലെ ഇവർക്ക് പ്രേമഭക്തി തോന്നുവാൻ എന്താണ് കാരണം? അപ്പോൾ ആ വാസുദേവൻ എന്ന ചിന്ത തൻ്റെ ഉള്ളിൽ നന്നായി ഉറച്ചു കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റിനുമുള്ള സകലതിൻ്റെയും താൻ കണ്ട എല്ലാ ആശ്ചര്യകരമായ കാഴ്ചകളുടെയും വേര് തേടി ഇറങ്ങിപ്പോയപ്പോൾ അവിടെ കൂട്ടുപിടിച്ചിരുന്നത് വാസുദേവനാണ് എന്ന് വ്യക്തമായി. വാസുദേവനോട് മാത്രമേ എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ധാരണയോടുകൂടി, ആ ഒരു തിരിച്ചറിവോടുകൂടി തുടങ്ങിയ യാത്രയ്ക്കൊടുവിൽ വിരാമമിട്ടത് നിന്റെ ചിന്ത സത്യമാണ്. എന്നോട് മാത്രം തോന്നുന്ന ഈ പ്രേമഭക്തി, ഈ പ്രേമാനന്ദം ഇപ്പോൾ അവർക്ക് തോന്നിയിരിക്കുന്നതും എന്നോട് തന്നെയാണ് എന്ന് വൈകുണ്ഠനാഥൻ തിരിച്ചറിയിച്ചു കൊടുത്തു ബലരാമന്. അപ്പോൾ നമ്മുടെ ഉള്ളിലും എന്തിനും ഏതിനും കാരണക്കാരനായി ഭവിക്കുന്നത്, എല്ലാത്തിൻ്റെയും കാരണഹേതുവായിട്ടുള്ളത് ആ പരമമായ ഈശ്വരൻ, പരമ ബ്രഹ്മാനന്ദ സ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും വിശകലനം ചെയ്താൽ നമ്മുടെയും ഉള്ളിൽ ഭഗവാൻ തെളിയിച്ചു തരും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇതി സഞ്ചിന്യദാശാർഹോ വത്സാൻ സവയസാനപി സർവാനാചഷ്ട വൈകുണ്ഠം ചക്ഷുഷാ വയുനേന സഹ. അതിനെന്താ വേണ്ടേ? വയുനേന ചക്ഷുഷ, ആ ജ്ഞാനദൃഷ്ടി ഉണ്ടാവുക തന്നെ വേണം. ഇതിനെക്കുറിച്ച് നന്നായി നമ്മളൊക്കെ അറിയുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും ശ്രമിക്കണം. നമുക്കൊക്കെ ഇനി എത്ര ജന്മം വേണ്ടി വരുമെന്നറിയില്ല ഈ തത്വം ഒന്ന് ഉള്ളിൽ ഉറയ്ക്കുന്നതിന്. നമ്മളൊക്കെ ശിശുക്കളാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. പലതും അറിയുവാനും പഠിക്കുവാനും ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രയോ ഇനി ഉയരങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് പോകേണ്ടതുണ്ട്. എത്രയെത്ര നമ്മുടെ ഉള്ളിൽ നീ ഇത് ഉറയ്ക്കേണ്ടതുണ്ട്. പക്ഷേ ഒരിക്കൽ അത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റിനും കാണുന്ന ലോകം മുഴുവൻ ആ ഭഗവാനെ കാണുവാൻ നമുക്ക് കഴിയുന്നതാണ്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എളുപ്പമുള്ള ശ്ലോകം തന്നെയാണ്. ഇവിടെ സഹ എന്ന് പറയുന്നിടത്തൊരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സർവാനാചഷ്ട, സർവാൻ ആചഷ്ട ആണ്, അകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 39ാമത്തെ ശ്ലോകമാണ്. നൈതേ സുരേശ ഋഷയോ ന ചൈതേ ത്വമേവ ഭാസീശഭിദാശ്രയേപി സർവം പൃഥക്ത്വം നിഗമാത് കഥം വദേത്യുക്തേന വൃത്തം പ്രഭുണാ ബലോ വൈത്. നൈതേ സുരേശ, ന ഏതയാണ് നൈതേ. ഏതേ എന്ന് പറഞ്ഞാൽ ഇവർ, ന എന്നാൽ അല്ല. സുരേശ, സുരന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. സുരേശ, ശ്രേഷ്ഠരായിട്ടുള്ള ദേവന്മാർ. ഋഷയോ ന ചൈതേ, ഋഷയ ഋഷികളും. ന ച ഏതയാണ്, ചൈതേ ച ഏതേ, ഋഷയ ച ഋഷികളും. ഏതേ ഇവർ, ന നമ്മൾ പറഞ്ഞു അല്ല. ത്വമേവ ഭാസീശ ഭിദാശ്രയേപി, ഭിദാശ്രയേ അപിയാണ്, ഭിദാശ്രയേപി. ഭിദാശ്രയ അപി എന്ന് പറഞ്ഞാൽ ആ ഒരു ഭേദസ്പന്ദത്തിലും, ഭേദാസ്പദത്തിലും, അതായത് നമ്മൾ പലതായി എല്ലാത്തിനെയും കാണുന്നത്, നമ്മുടെ ചുറ്റിനുമുള്ളതിനെയൊക്കെ കാണുന്നത് ഒന്നായിട്ടുള്ള ഒന്നിനെ കാണുവാൻ നമ്മൾ പ്രാപ്തരാകാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഭേദങ്ങൾക്കെല്ലാം ആസ്പദമായി ഭവിക്കുന്നതിലും ത്വമേവ ഭാസി ഈശ, ഭാസീശ, ഭാസി ഈശ ആണ്, രണ്ട് വാക്കുകളാണത്. ത്വമേവ അങ്ങ് തന്നെയാണ്, ഭാസി എന്ന് പറഞ്ഞാൽ വിളങ്ങുന്നത്, ശോഭിക്കുന്നത്. ഈശ എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, അവിടുന്ന് തന്നെയാണ്
എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ദേവന്മാർ, അതുപോലെ ഋഷികൾ, ഇനിയും ഇതൊന്നുമല്ലെങ്കിലും എല്ലാത്തിലും ഈ ഒരു ഭേദബുദ്ധി തോന്നുന്ന അതിനാസ്പദമായിരിക്കുന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണ്. സർവം പൃഥക്ത്വം നിഗമാത് കഥം വദേതി ഉക്തേന വൃത്തം പ്രഭുണ ബലോ വൈത്. സർവം പൃഥക്ത്വം, പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ, ഓരോന്നും, സർവം അതായത് എല്ലാം, ത്വം അങ്ങ് തന്നെ, അങ്ങ്, നിഗമാത് നമ്മുടെ എല്ലാത്തിൻ്റെയും നിഗമം എന്നാൽ വേദം, അതായത് എല്ലാ അറിവിനെയും സംക്ഷേപിച്ച് വച്ചിരിക്കുന്നതാണ് നിഗമങ്ങൾ. അപ്പോൾ അങ്ങനെ സംക്ഷേപമായിട്ട് കഥം വദേതി, കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, വദ ഇതി പറഞ്ഞാലും എന്ന, ഉക്തേന വൃത്തം, ഉക്തേന എന്ന് പറഞ്ഞാൽ പറയപ്പെട്ട, വൃത്തം ഈ കഥകളെല്ലാം, പ്രഭുണ ബലോവൈത്, പ്രഭുണ എന്ന് പറഞ്ഞാൽ പ്രഭു നിമിത്തം, ബലഹ അവൈതാണ് ബലോവൈത്, ബലഹ എന്ന് പറഞ്ഞാൽ ബലരാമന്, അവൈത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞു. അതായത് എല്ലാം ശ്രീകൃഷ്ണനാണെന്ന് ആദ്യമൊന്ന് മനസ്സിലാക്കിയെങ്കിലും പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ തൻ്റെ ഈ ഒരു വിശേഷ വൃത്താന്തമെല്ലാം ബലദേവൻ അറിഞ്ഞു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതായത് ഈ ഗോക്കളെയൊക്കെ പരിപാലിക്കുന്നവരായിട്ടുള്ളവരൊക്കെ ദേവാംശന്മാരാണ് എന്ന് പറയാറുണ്ട്. നമുക്കറിയാം, ദേവന്മാരാണ് ഭൂമിയിൽ വന്ന് ഭഗവാന്റെ അവതാരത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് ഇവിടെ ഈ ഗോപന്മാരായിട്ടും ഗോപസ്ത്രീകളായിട്ടും ഒക്കെ വന്ന് പിറന്നത്. അപ്പോൾ അവർക്കൊക്കെ എല്ലാം അറിയാവുന്നതാവും എന്നൊക്കെയായിരുന്നു ബലരാമൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാവാം അവർക്ക് ഈ കുട്ടികളോടും അതുപോലെ പശുക്കൾക്കാണേലും പശുക്കുട്ടികളോടും ഒക്കെ ഇത്രയധികം പ്രേമവാത്സല്യം ഉണ്ടായത് എന്ന് ബലരാമൻ ഒരു നിമിഷം ചിന്തിച്ചു. ഒരു പക്ഷെ തനിക്കത് വെളിപ്പെടുന്നില്ലെങ്കിലും, എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ച മായ എന്ന് വെളിപ്പെടുന്നില്ലെങ്കിലും, ഈ ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും പശുക്കൾക്കുമൊക്കെ എല്ലാം അറിയും. അവരൊക്കെ എല്ലാം മുൻകൂട്ടി കാണുന്നവരാണ്, ദൈവജ്ഞരാണെന്നൊക്കെ ആയിരുന്നു ധരിച്ചത്. പക്ഷേ ഈ കാണുന്നതിലൊക്കെ ആ ഒരു ഭേദബുദ്ധി തോന്നിയിരുന്ന ബലരാമന് ഇതങ്ങനെയല്ല ഭഗവാനെ, ഈ കാണുന്നതൊക്കെ എന്തൊക്കെയോ അവിടുത്തെ മായകൾ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഭഗവാനോട് തന്നെ ഇവിടെ പറയുകയാണ്, ഇതിൻ്റെ പിന്നിലുള്ള പരമാർത്ഥം എന്താണെന്ന് എനിക്കൊന്ന് സംക്ഷേപിച്ച് പറഞ്ഞു തരയണമേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ മായയെന്ന്. അതുകൊണ്ട് എനിക്കിതൊന്ന് സംക്ഷേപിച്ച് പറഞ്ഞു തരയണമേ എന്ന് ഭഗവാനോട് തന്നെ അപേക്ഷിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് ഇതുവരെ ബലരാമനും അറിയാതിരുന്ന തൻ്റെ ഈ ലീലകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതും തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമേട്ടൻ ഇതൊക്കെ അറിഞ്ഞോട്ടെ എന്ന് ഭഗവാന് തോന്നിയ ഒരു കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ബലരാമൻ അതൊക്കെ അറിയുവാൻ കഴിഞ്ഞത്. ഇവിടെ രാമേട്ടനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബ്രഹ്മാവിൻ്റെ ഒരു പരീക്ഷണമായിരുന്നുവെന്നും
താൻ കാണിച്ച മായ എന്താണെന്നും എല്ലാം ഇവിടെ വിശദമായിട്ട് അതിൻ്റെ പൊരുൾ മുഴുവൻ, തൻ്റെ ഈ ലീലയുടെ പൊരുൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബലരാമന്. നല്ലൊരു ഗുരുവായിട്ട് നിന്നുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ ഈ ലീലകൾ, തൻ്റെ ഈ മായാവൈഭവങ്ങളൊക്കെ രാമേട്ടന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അന്ധകരണത്തിൽ ഇട്ട് വിചാരം ചെയ്തുകൊണ്ടിരുന്നത് യാതൊരു മായയുടെ പ്രഭാവത്തെ അറിയുവാനായിരുന്നുവോ, അതിനെ ഒരു സദ്ഗുരുവിൻ്റെ സാമീപ്യം കൊണ്ട് അനുജനായിരുന്നിട്ടും തൻ്റെ ഉള്ളിലെ സന്ദേഹത്തെയൊക്കെ നീക്കി ആ പരമമായ സത്യത്തെ തെളിയിപ്പിച്ചു കൊടുത്ത ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. അന്ധകരണമൊക്കെ ശുദ്ധമാകുമ്പോൾ ഭഗവാൻ തന്നെ ഗുരുവായി വന്നിട്ട് നമുക്ക് ഇതെല്ലാം ഭഗവാന്റെ മായയാണെന്നുള്ള സത്യത്തെ തിരിച്ചറിയിക്കുകയും ഉള്ളിൽ ആ സത്യസ്വരൂപനെ അറിയുവാനുള്ള ഭഗവാന്റെ കൃപയുണ്ടാവുകയും ചെയ്യുമെന്ന് ഇവിടെ ജ്യേഷ്ഠനായ രാമേട്ടന് ചെയ്തു കൊടുത്തുകൊണ്ട് അതേ കാരുണ്യം ബലരാമനോട് കാണിച്ചുകൊണ്ട് ഭഗവാൻ നമുക്കിവിടെ കാണിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നൈതേ സുരേശ ഋഷയോ ന ചൈതേ ത്വമേവ ഭാസീശഭിദാശ്രയേപി സർവം പൃഥക്ത്വം നിഗമാത് കഥം വദേത്യുക്തേന വൃത്തം പ്രഭുണാ ബലോ വൈത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭാസി ഈശ, ഭാസീശ, അവിടെ ഈ കാരം നീട്ടിയെടുക്കുക. പിന്നെ വദേത്യുക്തേന, അവിടെ അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക, അല്ലെങ്കിൽ വദേതി ഉക്തേന എന്ന് താഴെ എടുക്കുക, മുകളിൽ വദേതി എന്ന് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 40ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.